എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കുള്ള അനുമതി പുനഃപരിശോധിക്കണമെന്ന പഞ്ചായത്ത് ഭരണസമിതി. പുനഃപരിശോധന ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകാൻ തീരുമാനം. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ 500 കിലോ ലിറ്റർ ഉൽപാദനശേഷിയുള്ള എഥനോൾ പ്ലാന്റ് ഉൾപ്പെടെ ആരംഭിക്കാൻ സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം വിളിച്ചാണ് മന്ത്രിസഭാ യോഗ തീരുമാനം ചർച്ചയ്ക്കെടുത്തത്. തിങ്കളാഴ്ച രാവിലെ 11-നാണ് യോഗം തുടങ്ങിയത്. ചർച്ചയ്ക്കിടെ CPM BJP അംഗങ്ങൾ തമ്മിൽ ഏറെ നേരം രൂക്ഷമായ വാക്കേറ്റമുണ്ടായി. അത് പ്രസിഡന്റ് 100% അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം. കോൺഗ്രസ് നേതൃത്വത്തിലുള്ളതാണ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്. UDF അംഗങ്ങളും 8 LDF അംഗങ്ങളും 5 BJP അംഗങ്ങളുമാണ് പഞ്ചായത്തിലുള്ളത്. സർക്കാർ തീരുമാനത്തിനെതിരായ ഭരണസമിതിയുടെ തീരുമാനത്തെ BJP അംഗങ്ങൾ പിന്തുണച്ചതോടെ എളുപ്പത്തിൽ പ്രമേയം പാസായി. എന്നാൽ യോഗത്തിൽ CPM അംഗങ്ങൾ നിലപാട് വ്യക്തമാക്കിയില്ല. യാതൊരു കാരണവശാലും ബ്രൂവറി തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. കുത്തക കമ്പനിക്ക് ഇത് തുടങ്ങുന്നതിനുള്ള മന്ത്രിസഭാ തീരുമാനം പ്രവർത്തന അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞ 4 ദിവസമായി അറിഞ്ഞ വാർത്തകളിൽ നിന്നും പഞ്ചായത്ത് തങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ കോപ്പി എടുക്കുകയും ആ കോപ്പിയുടെ അടിസ്ഥാനത്തിൽ, കാരണം നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, പഞ്ചായത്തിൻ്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, കൃഷിരീതികൾ, സാധാരണക്കാർ ഇതൊക്കെ വെച്ചും കൊണ്ട് പഞ്ചായത്തിൽ ഇത്തരമൊരു സ്ഥാപനം വരുന്നതിനോട് ഈ ഭരണസമിതിക്ക് താല്പര്യമില്ല എന്നുള്ള ഞങ്ങളുടെ വിയോജനം ഗവൺമെൻറ് ഇത് പുനഃപരിശോധിച്ച് ഈ ഒരു സംവിധാനത്തിൽ നിന്നും, ഈ സംരംഭത്തിൽ നിന്നും ആ കമ്പനിയെ മാറ്റണം എന്നുള്ളത് അറിയിച്ചും കൊണ്ടാണ് ഇന്ന് ഈ പ്രമേയ രൂപത്തിൽ ചർച്ചയാണ് നടന്നത്. പ്രമേയമല്ല, ഭരണസമിതി തീരുമാനം. പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് BJP അംഗങ്ങൾ അറിയിച്ചു. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് മറുപടി കിട്ടിയിട്ടില്ല. ഇത് ഭരണസമിതിയുടെ ഒരു മെമ്പർക്ക് ഈ സ്ഥല കച്ചവടവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടും അതിനുള്ള മറുപടി കറക്റ്റായി തന്നിട്ടില്ല. അതുപോലെ തന്നെ സെക്രട്ടറിയും ഒരു തൊട്ടില്ല എന്നുള്ള മറുപടി തന്നത് എന്തുകൊണ്ടാണ് AS ഓൺലൈൻ മീറ്റിങ്ങിൽ സമ്മതം കൊടുത്തു എന്നുള്ളതിന് വ്യക്തമായ ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് സെക്രട്ടറി തരാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് സെക്രട്ടറി അടക്കം മറുപടി കിട്ടിയത്. ഞങ്ങൾക്കിത് തൃപ്തിയല്ല, ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യോജിക്കാനും വിയോജിക്കാനുമില്ലെന്ന് LDF അംഗങ്ങൾ വ്യക്തമാക്കി. ജനങ്ങൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നിനും ഞങ്ങൾ കൂട്ടല്ല. ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു പ്രവർത്തനത്തിനും ഞങ്ങൾ കൂട്ടല്ല. CPM എന്ന ആ പാർട്ടി ഒരിക്കലും ജനങ്ങൾക്ക് ദോഷം വരുന്നതിന് ഞങ്ങൾ അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ആ അജണ്ട ഒരു തൃപ്തികേടാണ്. ആ അജണ്ട എടുത്തതിൽ ഒരു തൃപ്തികേടാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊന്നും പറയാനല്ലോ. അല്ല, ആ കമ്പനിക്ക് വല്ല കെട്ടിടം കെട്ടാനുള്ള അനുമതിക്കാൻ പറ്റും എന്തെങ്കിലും നമ്മൾക്കൂടെ ആ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിട്ട് ആ നടപടിക്രമങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു അജണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്മേൽ തീരുമാനം പറയാം. മദ്യക്കമ്പനി വരുന്നതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? മദ്യക്കമ്പനി വരുന്നതിനോട് അതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല. UTV ന്യൂസ്, പാലക്കാട്.